നമസ്കാരം. സെന്റ് സേവിയേഴ്സ് ക്രോണിക്കിൾസിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന വിശേഷങ്ങൾ നോക്കി വരാം. ഇന്ത്യൻ ഫോറിൻ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച നെയ്യാറ്റിൻകര രൂപതയുടെയും നാടിന്റെയും അഭിമാനമായി മാറിയ കുമാരി ശ്രീജ JS-ന് വട്ടപ്പാറ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിന്റെ ആദരവ്. 2026 മെയ് 31 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ ഇടവക വികാരി മോൺസിഞ്ഞോർ ജോസ് റാഫേൽ ശ്രീജയെയും മാതാപിതാക്കളെയും ഇടവക സമൂഹത്തിന് പരിചയപ്പെടുത്തി. വളരെ സാധാരണ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും കഠിനമായ ദൃഢനിശ്ചയത്തോടും ഈശോയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചും മകളെ രാജ്യത്തിന്റെ ഫോറിൻ സർവീസിൽ എത്തിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചത് ഏറെ അഭിമാനാർഹമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തുടർന്ന് ഇടവക വികാരി വെരി റെവറൻഡ് മോൺസിഞ്ഞോർ ജോസ് റാഫേൽ ശ്രീജ IFSനെ പൊന്നാടയണിയിച്ചു. സഹവികാരി റെവറൻഡ് ഫാദർ ജോബിൻ സിൽവസ്റ്റർ മൊമന്റോ നൽകുകയും മാതാപിതാക്കൾക്ക് ഇടവക കുടുംബത്തിന്റെ പ്രത്യേക ഉപഹാരവും കൈമാറി. കുട്ടികളെയും മതബോധന അധ്യാപകരെയും ഇടവക ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് ശ്രീജ IFS സംസാരിച്ചു. ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു എന്നും പറഞ്ഞ് എല്ലാവരും സിവിൽ സർവീസ് ഡ്രീം ചെയ്യണം, അത് തന്നെ എടുക്കണം എന്നല്ല. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവേത് വർക്ക് ചെയ്യുക, സിവിൽ സർവീസ് ആയിത്തീരുക. പല ആൾക്കാരും നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, നിനക്കതിനുള്ള ബുദ്ധിയില്ല, കഴിവില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. താൻ വളർന്നു വന്ന വഴികളും പ്രതിസന്ധികളിൽ മാതാപിതാക്കൾ നൽകിയ പിന്തുണയും സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി തയ്യാറെടുത്ത രീതികളും ശ്രീജ ലളിതമായി വിവരിച്ചു. തുടർന്ന് സന്നിഹിതരായവരുമായി സംവാദിച്ച ശ്രീജ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും സിവിൽ സർവീസ് ലക്ഷ്യമിടുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. യൂണിറ്റ് വിശേഷങ്ങൾ. കണിയാറമ്പാറ സെന്റ് ജോസഫ് BCC യൂണിറ്റ് വാർഷികവും പഠനോപകരണ വിതരണവും നടന്നു. മെയ് 30 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടന്ന വാർഷിക യോഗത്തിൽ യൂണിറ്റ് ലീഡർ ശ്രീദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾക്ക് ശ്രീ ഷാജു സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് വാർഷികത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മോൺസിഞ്ഞോർ ജോസ് റാഫേൽ നിർവഹിച്ചു. റെവറൻഡ് ഫാദർ ജോബിൻ സിൽവസ്റ്റർ ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. ശ്രീ ഡേവിഡ്സൺ ഉപദേശി, റെവറൻഡ് സിസ്റ്റർ സുപ്പീരിയർ ഫിലോമിന, റെവറൻഡ് സിസ്റ്റർ സുമി, BCC കോർഡിനേറ്റർ ശ്രീ രതീഷ്, വാർഡ് കൺവീനർ ശ്രീമതി ഷൈനി ബിജു എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് യൂണിറ്റിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ചടങ്ങിൽ വച്ച് ഇടവക വികാരി നിർവഹിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ തനത് കഴിവ് തെളിയിച്ച യൂണിറ്റ് അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഔദ്യോഗിക യോഗത്തിന് ശേഷം യൂണിറ്റ് അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ സെന്റ് ജൂഡ് BCC കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. BSc നഴ്സിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി സ്നേഹ MS-ന് BCC കോർഡിനേറ്റർ ശ്രീ രതീഷ് മൊമന്റോ നൽകി ആദരിച്ചു. CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുമാരി അനന്യ അനിലിനെ KLCA പ്രസിഡന്റ് ശ്രീ സത്യദാസ് മൊമന്റോ നൽകി ആദരിച്ചു. ഇതോടൊപ്പം 2025 അധ്യയന വർഷത്തിലെ ഇടവക മതബോധന പരീക്ഷയിൽ വിവിധ ക്ലാസുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കരെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. അറിയിപ്പുകൾ. 50ാം സുവർണ ജൂബിലി തിരുനാൾ നിറവിൽ കുറ്റ്യാണി കുരിശടി. നമ്മുടെ നാടിന്റെയും ഇടവകയുടെയും കാവൽക്കാരനായ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള കുറ്റ്യാണി കുരിശടിയുടെ 50ാം വാർഷിക തിരുനാൾ ജൂൺ 11, 12, 13 തീയതികളിൽ അതീവ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്
സുവർണ ജൂബിലി തിരുനാൾ കർമ്മങ്ങൾ പങ്കുചേരുവാൻ ഏവരെയും സസ്നേഹം ക്ഷണിക്കുന്നു. 2026-27 അധ്യയന വർഷത്തെ മതബോധനം 7/6/2026 ഞായറാഴ്ച പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിക്കുന്നു. മതബോധന പ്രവേശനോത്സവത്തോടൊപ്പം മതബോധന കുട്ടികളും നിറ്റ്സും സംയുക്തമായി പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. KCYM നെടുമങ്ങാട് ഫെറോന സമിതി ഡയറക്ടറായി റെവറന്റ് ഫാദർ ജോബിൻ സിൽവസ്റ്റർ നിയമിതനായി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി യൂണിറ്റിലെ ശ്രീ ജോസഫ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. പരേതന്റെ അടക്ക ശുശ്രൂഷ വെള്ളിയാഴ്ച 3 മണിക്ക് ഇടവക ദേവാലയത്തിൽ വെച്ചായിരുന്നു. കൂടുതൽ വാരാന്ത്യ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.